പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് ജൂലൈ 26 ശനിയാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ്. ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതിയിട്ടുള്ള ലേഖനമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഗസയിലെ ശിശു രോദനമെന്ന തലക്കെട്ടിലാണ് പ്രിയപ്പെട്ട തങ്ങൾ ഇന്നത്തെ ഈ ചന്ദ്രികയിൽ എഴുതിയിട്ടുള്ള ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഞാൻ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് മുന്നിൽ നിശബ്ദത പാലിക്കുന്നത് മനസ്സാക്ഷിയോടുള്ള വഞ്ചനയാണെന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് തിയോഫിലോസിൻ്റെ സന്ദേശം എല്ലാ മനുഷ്യ സ്നേഹികളും ഏറ്റെടുക്കണം. അരുത്, അവർ കുഞ്ഞുങ്ങളാണ്, അവരെ കൊല്ലരുതേ എന്ന് ഉറക്കെ പറയാൻ കഴിയണം. ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിലുകളാണ് ഗസ മുനമ്പിൽ നിന്നും കുറച്ചു ദിവസമായി കേൾക്കുന്നത്. ഇസ്രായേൽ ഉപരോധം മൂലം ഗസയിൽ പോഷകാഹാരം കിട്ടാതെ 72 മണിക്കൂറിനുള്ളിൽ 6 ആഴ്ച പ്രായമായ ചോര പൈതൽ ഉൾപ്പെടെ 21 കുട്ടികൾ മരിച്ച വാർത്ത കേട്ട് ലോകം ഞെട്ടിയിരിക്കുകയാണ്. കടുത്ത പട്ടിണി മൂലം ഇതിനകം 115 ഫലസ്തീനികളാണ് മരിച്ചത്. അതിൽ 80 പേരും കുട്ടികളാണ്. കൈയും കാലും ശോഷിച്ചും വാരിയെല്ലുകൾ പെറുക്കിയെടുക്കാനാവും വിധം തെളിഞ്ഞും കാണുന്ന 2 വയസ്സുകാരി മായറുടെ ചിത്രം ഈയിടെയാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇതേവിധം 5 വയസ്സിന് താഴെയുള്ള 3500-ലധികം കുഞ്ഞുങ്ങൾ മരണം മുഖാമുഖം കണ്ടാണ് ജീവിക്കുന്നത്. പോഷകാഹാരക്കുറവ് മൂലം 70,000 കുട്ടികൾ ആശുപത്രിയിൽ കഴിയുന്നതായും ദ ഇൻ്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബേബി ഫുഡ്, പോഷകാഹാര സപ്ലിമെൻറ്റുകൾ, ശുദ്ധജലം, ഭക്ഷണം തുടങ്ങിയ വസ്തുക്കൾ ഉപരോധം മൂലം അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ്. 24 ലക്ഷം ജനസംഖ്യയുള്ള ഗസയിൽ പട്ടിണി മരണം ഒഴിവാക്കാൻ ആഴ്ചയിൽ 5 ലക്ഷം ബാഗ് ധാന്യ സഹായങ്ങളാണ് വേണ്ടത്. ലോകം നൽകിയ സഹായങ്ങൾ തടയുകയും കണ്ണിൽ പൊടിയിടാൻ ഭക്ഷണ വിതരണത്തിനായി തുറന്നുവെച്ച കേന്ദ്രം പോലും മനുഷ്യ കശാപ്പിൻ്റെ ഇടങ്ങളായി മാറുകയാണ്. അമേരിക്കയും ഇസ്രായേലിനും ഇടയിൽ പിന്തുണയുള്ള സംഘടനയായ GHFനാണ് ഭക്ഷണ വിതരണത്തിനുള്ള അനുമതി ലഭിച്ചത്. കുടിവെള്ളവും ഭക്ഷണപ്പൊതിയും വാങ്ങാൻ മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കേണ്ട സ്ഥിതിയാണ്. ഭക്ഷണം വാങ്ങാൻ വരുന്നവരെ സൈന്യം വെടിവെച്ച് കൊല്ലുകയാണ്. കുട്ടികളടക്കം 600-ലേറെ പേർ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ വെച്ചും 180 പേർ വഴിയിൽ വെച്ചും കൊല്ലപ്പെട്ടു. ഗസയിലെ ഓരോ കുഞ്ഞും നമുക്കൊരു ശത്രുവാണ്. ശത്രു ഹമാസോ അവരുടെ സൈനിക വിഭാഗമോ അല്ല. നമ്മൾ ഗസയെ കീഴടക്കി കോളനിവൽക്കരിക്കണം. അവിടെ ഒരു ഗസ കുട്ടിയെപ്പോലും അവശേഷിപ്പിക്കരുത്. മുൻ MP കൂടിയായ മോശെ ഫെയ്ഗ്ലിൻ്റെ ആഹ്വാനമാണ് ഇപ്പോൾ സൈന്യം നടപ്പിലാക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 60,000 വരും. അതിൽ ഏതാണ്ട് 17,000 പേർ കുട്ടികളാണ്. 1 ലക്ഷത്തിനടുത്ത് കുട്ടികൾക്കാണ് സാരമായി പരിക്കേറ്റത്. ഇസ്രായേൽ ആക്രമണത്തിൽ 2 കൈകളും നഷ്ടമായ ഫലസ്തീൻ ബാലൻ്റെ ചിത്രമാണ് വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉച്ചത്തിൽ സംസാരിക്കുന്ന നിശബ്ദ ചിത്രം എന്നാണ് ഫോട്ടോക്ക് നൽകിയ വിശേഷണം. ഈ ചിത്രത്തിലെ 9 വയസ്സുകാരൻ ഇനി എങ്ങനെ നിങ്ങളെ ഞാൻ കെട്ടിപ്പിടിക്കുമെന്ന് അവൻ്റെ മാതാവിനോട് ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ ആരും കരഞ്ഞു പോവും.
അംഗവൈകല്യം നേരിട്ടും മാതാപിതാക്കളെ നഷ്ടമായും അനാഥത്വവും വിഷാദവും പേറി കഴിയുന്ന എത്രയോ കുഞ്ഞുങ്ങളെ ഗസയിൽ കാണാം. 2014 ഇസ്രായേലിൻ്റെ 50 ദിവസം നീണ്ട ഗസ ആക്രമണ സമയത്ത് ഫലസ്തീൻ മാതാവ് ഷമ്മാല ആ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ ജീവിതവും ഭാവിയും എങ്ങനെയാണെന്ന് ലോകത്തോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ബോംബാക്രമണം തുടങ്ങിയപ്പോൾ എൻ്റെ മകൻ ആവേശത്തിലായി വെടിക്കെട്ട് 4 വയസ്സുകാരൻ റാമി ആർത്തു വിളിച്ചു. അല്ല, മൂത്ത സഹോദരി 6 വയസ്സുകാരി മറിയം ഒഴിഞ്ഞു, അത് ബോംബാക്രമണമാണ്. അല്ല, അത് വെടിക്കെട്ട് തന്നെയാണ്. പക്ഷേ ജർമ്മനിയിൽ നമ്മൾ കാണുന്നതിൽ നിന്നും ചില്ലറ വ്യത്യാസമുണ്ട്, റാമി പറഞ്ഞു. ആ സമയത്ത് എല്ലാറ്റിനെയും വിടർന്ന കണ്ണുകളോടെ ഭയത്തോടെ നോക്കി കാണുകയായിരുന്നു 2 വയസ്സുകാരൻ ഹസൻ. ശരി, മറിയം ബുദ്ധിപൂർവ്വം കീഴടങ്ങി. നീയാണ് ശരി. പക്ഷേ ശരി അവൾക്ക് മനസ്സിലാവുന്നതിനേക്കാൾ ഒത്തിരി അകലെയാണെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ പുസ്തകങ്ങളെ കുറിച്ചും അവരുടെ കളിപ്പാട്ടങ്ങളെക്കുറിച്ചുമായിരുന്നു എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ യുദ്ധത്തെയും ബോംബിങ്ങിനെയും ഷെല്ലാക്രമണത്തെയും വാണിജ്യ വിമാനങ്ങളും F-16 യുദ്ധവിമാനങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും നിർത്താതെ ചർച്ച ചെയ്യുന്നു. ഓരോ വ്യോമാക്രമണത്തിന് ശേഷവും എത്ര പേർ മരിച്ചെന്നും ആർക്കെല്ലാം പരിക്കേറ്റെന്നും അറിയാൻ അവർ ആഗ്രഹിക്കുന്നു. ആദ്യമായാണ് ഒരു യുദ്ധം അവർ നേരിട്ട് കാണുന്നത്. ജനിച്ചതും വളർന്നതും ജർമ്മനിയിലായതുകൊണ്ട് 2009 ഓപ്പറേഷൻ കാസ്റ്റ്ലീഡും 2012 ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസും അവർ കണ്ടിട്ടില്ല. എൻ്റെ മാതാവിൻ്റെ ആരോഗ്യം വളരെ മോശമായതിനെ ഡയബറ്റീസ് കാരണം പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിൽ. അതിനെ തുടർന്നാണ് ഞങ്ങൾ ഗസയിലേക്ക് മടങ്ങി വന്നത്. അന്ന് അമ്മയുടെ ആരോഗ്യാവസ്ഥയിലുള്ള ഒരാളെ കെയ്റോയിലെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത വിധം അതിർത്തികൾ അടച്ചിടപ്പെട്ടിരുന്നു. ഞങ്ങൾ മടങ്ങി വന്നതിന് ശേഷം കുട്ടികൾ തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഗസയിലെ കുട്ടികൾക്ക് എന്താണ് കളിക്കളങ്ങളില്ലാത്തത്? എന്തുകൊണ്ടാണ് തിരക്കേറിയ തെരുവുകളിൽ കുട്ടികൾ കളിക്കുന്നത്? ഇവരുടെ രക്ഷകർത്താക്കൾക്ക് എന്തുകൊണ്ടാണ് മതിയായ ഭക്ഷണമില്ലാത്തത്? ഈ ചോദ്യങ്ങൾ എൻ്റെ ഹൃദയം പിളർക്കുന്നു. പക്ഷേ എനിക്കെന്തെങ്കിലും അറിയാം എന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് യുദ്ധം ആരംഭിക്കുകയും ഞാൻ കൂടുതൽ ഓർമ്മകളിലേക്ക് ചുരുങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചോദ്യങ്ങൾ ഇരട്ടിക്കുകയായിരുന്നു. അമ്മേ, എന്താണ് സംഭവിക്കുന്നത്? എന്തിനാണ് അവർ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്? നമ്മളും മരിക്കുമോ? എന്തിനാണ് അവർ നമ്മളെ വെറുക്കുന്നത്? അവർക്കും കുഞ്ഞുങ്ങളില്ലേ? ഗസയിലെ കുഞ്ഞുങ്ങൾക്കും ഭീതിയില്ലാതെ സ്കൂളിൽ പോവാനും കൂട്ടുകാരുടെ കൂടെ കളിക്കാനും സ്വന്തം വീടുകളിൽ മാതാപിതാക്കൾക്കൊപ്പം കൂടപ്പിറപ്പുകൾക്കൊപ്പം അന്തി ഉറങ്ങാനും പച്ചമാംസത്തിൻ്റെ ഗന്ധമില്ലാതെ ശുദ്ധവായു ശ്വസിക്കാനും ശുദ്ധജലം കുടിക്കാനും രുചിക്കൂട്ടുകൾ നുകരാനും സ്വപ്നങ്ങൾ കാണാനും കഴിയണം. ആശുപത്രികൾ തകർത്തും മരുന്നും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നിഷേധിച്ചും കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ ശബ്ദം ഉയരണം. ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് മുന്നിൽ നിശബ്ദത പാലിക്കുന്നത് മനസ്സാക്ഷിയോടുള്ള വഞ്ചനയാണെന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് തിയോഫിസിലോസിൻ്റെ സന്ദേശം എല്ലാ മനുഷ്യ സ്നേഹികളും ഏറ്റെടുക്കണം. അരുത്, അവർ കുഞ്ഞുങ്ങളാണ്, അവരെ കൊല്ലരുതേ എന്ന് ഉറക്കെ പറയാൻ കഴിയണം. ഓരോ ശിശു രോദനത്തിലും കേൾപ്പൂ ഞാൻ 1 കോടി ഈശ്വര വിലാപം. കുട്ടികളുടെ സുരക്ഷയ്ക്കായി വിലപിച്ച കവിയുടെ നാടാണ് കേരളം.
കുട്ടികളുടെ കൂട്ടുകാരൻ ചാച്ചാജിയുടെ പേരിൽ ശിശുദിനം ആചരിക്കുന്ന രാജ്യമാണ് ഭാരതം. ശിശുഹത്യക്കെതിരെ കൈകൾ ഉയരട്ടെ, പ്രാർത്ഥനയായും പ്രതിഷേധമായും. പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. ഏറെ വിഷമത്തോടെയും സങ്കടത്തോടെയുമാണ് നമ്മളൊക്കെ ഈ ലേഖനം നമ്മൾ വായിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടാർന്ന നിലയിൽ ഏറെ യാതനകളും വേദനകളും അനുഭവിച്ചുകൊണ്ട് ഗസയുടെ മണ്ണിൽ അവർ പോരാടുകയാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ആയിരിക്കണം നമ്മളുടെയൊക്കെ പ്രാർത്ഥനകളിൽ അവരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കൂടിയാണ് ഈ ഒരു ലേഖനത്തിൽ മുഖ്യമായി പ്രിയപ്പെട്ട തങ്ങൾ സൂചിപ്പിക്കുന്നത്. അവർക്ക് പിന്തുണ നൽകുകയും അവരെ ആക്രമിക്കുന്നവർക്കെതിരെ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യണമെന്ന് കൂടി ഈ സമയത്ത് പ്രിയപ്പെട്ട തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും നല്ലൊരു നാളേക്കായി, നല്ലൊരു സന്തോഷത്തോടു കൂടെയുള്ള നാളേക്കായി ഗസയിലെ ജനങ്ങൾക്ക് നല്ലൊരു സന്തോഷം നൽകുന്ന പൊൻപുലരി എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ ഇതുപോലുള്ള സുപ്രധാനമായ വീഡിയോകളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മഅസ്സലാമ.